Cooking Studio. Good morning all. ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ മോർണിംഗ് ആണ്. ഇപ്പോൾ കുറച്ച് നേരമായിട്ടുള്ള എണീറ്റിട്ട് നമുക്കിന്നൊരു ഫൺ ഡേ ആണ് സാറ്റർഡേയിൽ നമുക്ക്. അപ്പോൾ ഫൺ ഡേ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന ഫിഷിംഗ് ആണ്. അപ്പോൾ ഒരു കുറച്ച് നേരം ഫിഷ് ചെയ്യാൻ പോകണം. പിന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുക്കിങ്ങും. കുക്കിംഗ് ആണ് മെയിൻ. ഇന്ന് കുക്കിംഗ് ആൻഡ് ഫിഷിങ്ങിന് പോയാൽ ഒന്നും കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ ഇന്നത്തെ ഫൺ ഡേ നമ്മളെങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, അലോങ് വിത്ത് കുക്കിംഗ് ഉണ്ടോ. ഹായ് ഗായ്സ്, അപ്പം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പുട്ടും കടലയാണ്. നമ്മുടെ പച്ചരി പുട്ടും തേങ്ങയൊക്കെ അരച്ച് വെച്ചൊരു കടലക്കറി കേട്ടോ. ഒരു ഈസി കടലക്കറിയാണ്. നമുക്കറിയാമല്ലോ പുട്ടും കടലയും നമുക്ക് മലയാളികൾക്ക് ഒരു വികാരം തന്നെയല്ലേ. അതിൻ്റെ കൂടെ എനിക്ക് കട്ടൻ ചായയാണ്. പാൽ ചായ ഒന്നും വേണ്ട വെച്ചു, കട്ടൻ ചായ ആക്കാൻ വെച്ചു. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ്. മോർണിംഗിൽ കൂടുതൽ സമയം കട്ടൻ ചായ കുടിക്കാനാണ് ഇഷ്ടം. ഓക്കെ, അപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. അതിനുശേഷം നമുക്കിന്ന് പ്ലാൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് ഫിഷിങ്ങിന് പോകണമെന്ന്. അപ്പോൾ ഫിഷിങ്ങിനുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വണ്ടിയിലേക്ക് എടുത്തു വെച്ച് നമ്മൾ ഫിഷിങ്ങിന് നേരെ പോവാണ്. ഫിഷിങ്ങിന് നമ്മൾ പോകുന്നത് സോൾജേഴ്സ് പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ. അപ്പം ഓസ്ട്രേലിയയിൽ ഓൾമോസ്റ്റ് വീക്കെൻഡ് ഡേയ്സൊക്കെ വരുമ്പോഴത്തേക്കിനും എല്ലാവരും ഫിഷിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഏരിയയിൽ. അപ്പം നമ്മൾ ഇതേടെ സോൾജേഴ്സ് പോയിൻറ്റിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ കാണിച്ചു തന്നേക്കുന്നത്. നല്ല പ്രകൃതി സുന്ദരീയ രമണീയമായ സ്ഥലമാണ് നിൽക്കുന്നത്. അപ്പം ബക്കറ്റൊക്കെ തൂക്കി ഞാൻ ഇതേണ്ട പാണ്ടികളെ പോലെ മുമ്പിൽ പോകുന്നുണ്ട്. തൊട്ട് പുറകിൽ ജാനിയത വരുന്നുണ്ട്. ഇപ്പോൾ റോഡൊക്കെ ആയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ അതിന് പോകുന്ന വഴി നമ്മളെ വണ്ടി അതേ പുറകിൽ കിടപ്പുണ്ട് കേട്ടോ, അങ്ങ് കാണുന്ന വണ്ടി. അപ്പം ഈ പോണ വഴിയാണെങ്കിൽ നല്ല അടിപൊളി വഴി കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആംബിയൻസ് കാണാൻ നല്ല സ്റ്റൈലാണ്. നമ്മളവിടെ വന്ന് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. നമ്മളവിടെ വന്ന് കണ്ടാൽ മാത്രമേ ആ സ്ഥലം അറിയുള്ളൂ. ആർക്കെങ്കിലും ഫിഷിങ്ങിനൊക്കെ വരണമെങ്കിൽ ഈ സ്ഥലം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നെൽസൺ ബേയിലാണ് സ്ഥലം. നെൽസൺ ബേ സോൾജേഴ്സ് പോയിൻറ്റിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്നിങ്ങനെ പോവാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഹാർബർ പോലെ തന്നെ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പം പിള്ളേർക്കൊക്കെ ആണെങ്കിലും അവർക്ക് സുഖമായിട്ട് ഇവിടെ ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സേഫ്റ്റി വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, പറഞ്ഞ കേൾക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ. അപ്പോൾ ജാനിയുടെ റോഡാണ് ആ ഒരു ബ്ലൂ റോഡ്. എൻ്റെ റോഡ് കണ്ട ബ്ലാക്ക് റോഡാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ മീനൊക്കെ ഇട്ട് തുടങ്ങി. അപ്പോൾ മീനിന് ബെയ്റ്റായിട്ട് നമ്മളിടുന്നത് ചിക്കനാണ്. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഫുള്ള് ചെറിയ മീനുകൾ നിറച്ച് ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു എറിയിൽ എറിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് ബൈറ്റ് ചെയ്യുന്നുണ്ടെല്ലാം. പക്ഷേ കുഞ്ഞു മീനുകളാണ് നിറച്ചും കൊത്തുന്നത്. ഇങ്ങനെ തീറ്റിട്ട് മടുത്ത് ഫുള്ള് തീറ്റ തിന്നുകൊണ്ട് പോവുക. അന്നദാന പ്രഭുവായിരുന്നു. ഒന്നും മീനുകളും കൊറ്റുന്നില്ല. ജാനി അവിടെ സേഫായിട്ട് വേണ്ട അവിടെ ഒരു ഏരിയയിൽ കയറിയിരുന്നുണ്ട്. അപ്പം അവിടെ വലിയ പ്രശ്നമില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് ഞാൻ എഗ്രി ചെയ്ത് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഫൈനലി ഞാൻ ഇട്ടിട്ട് കഴിഞ്ഞ് നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല, ഒരു മീനും അടിക്കുന്നില്ല. എന്ത് ചെയ്യാനാണ്, നിരാശയോടെ ഇരിക്കുമ്പോൾ ജാനിക്കൊരു മീൻ കുടുങ്ങി. ഒരു നല്ല അടിപൊളി ഒരു സുന്ദരനായിട്ടുള്ള ഫിഷ്. പക്ഷേ അതിൻ്റെ സൈസ് കുറവായതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ അതിനെ വേണ്ട തിരിച്ചു വിടുകയാണ് കേട്ടോ. അതിന് തിരിച്ചു വിട്ടു, നമ്മൾ വെള്ളത്തിലേക്ക് വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം കാത്തിരുന്ന് എനിക്കൊരു മീൻ അടിച്ചു കേട്ടോ. ഞാൻ വലിയ മീനാണെന്നൊക്കെ വിചാരിച്ച് വലിച്ചെടുത്തു. പക്ഷേ ഭയങ്കര വലിയായിരുന്നു. കുഴപ്പമില്ല, ഈ മീൻ നമുക്ക് സൈസില്ല, നമുക്ക് മീനിൻ്റെ എണ്ണം ഉള്ളൂ. ഒരാൾക്ക് 20 മീൻ പിടിക്കുക അങ്ങനത്തെ. അപ്പം ഞങ്ങളതും പിടിച്ച് കുറേ കഴിഞ്ഞപ്പോഴേക്കും വേറെ കുറേ മീൻ കിട്ടി കേട്ടോ. ബാക്കി വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല, തിരക്കായിരുന്നു അവിടെ. ഒരുപാട് മീൻ, ഇതേപോലുള്ള മീനുകളാണ് കൂടുതലും കിട്ടിയത്. കുഞ്ഞു മീനുകളായിരുന്നു. ഒരു 10-20 മീനുകളും കിട്ടി. അങ്ങനെ മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരുവാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ആ സ്ഥലം കാണിച്ചു തരാൻ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ തിരിച്ച് മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു. ഞാൻ മീനെ കാണിച്ചു തരാം എന്തോരം മീൻ കിട്ടിയത്. ഞാൻ സിംഗിൾ ഇട്ടിട്ടുണ്ട്. ഇത്രയും മീൻ കിട്ടി. നമുക്കൊരു കുഞ്ഞ് 2 വറ്റയും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ കേട്ടോ. ആ ഒരു കുഞ്ഞു മീനെ കളഞ്ഞതുപോലെ അതുപോലെ വേറൊരു മീനും കൂടെ കിട്ടിയായിരുന്നു. അതാണ് ഇപ്പുറത്ത് വെട്ടിയിട്ട് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് മീനൊക്കെ വെട്ടി കഴിയുമ്പോൾ നമുക്കിനി അതിനൊന്ന് കറി വെച്ചെടുക്കാം. ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. അത് നമുക്കൊരു ചട്ടിയിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി ഇടാം. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതിലൂടെ നമുക്ക് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പ് കൂടി ഇടാം. എന്നിട്ട് പിന്നെ കുടംപുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-10 മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചും കൊണ്ട് മിക്സ് ചെയ്ത് ആ വെള്ളം നമുക്ക് റെഡിയാക്കി വെക്കാം. അതിലോട്ട് നമുക്ക് കഴുകി വെച്ച മീൻ എടുത്തിടാം. വളരെ ഈസി ആയിട്ടുള്ള മീൻ കറി കേട്ടോ. ഈ മീൻ കറിയുടെ പേരാണ് ലേസി ഫിഷ് കറി. ഞാനിട്ട് പേരാണ്. അപ്പോൾ ഈ മീൻ കറി നമുക്ക് നേരെ എടുത്ത് അടുപ്പത്തേക്ക് വെക്കാം. അടുപ്പത്തേക്ക് വെച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക, മീൻ മുങ്ങി കിടക്കാനുള്ള വെള്ളം എന്തായിട്ടുണ്ടായിരിക്കണം. അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് മറിഞ്ഞ് വറ്റി വരട്ടെ. ഓക്കെ,
അപ്പം ഇത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ മീൻ ഇത് തിളച്ച് തുടങ്ങി കേട്ടോ. തിളച്ച് തുടങ്ങിയപ്പം ഫുൾ വെള്ളമാണ്. ആ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണ്ടേ. വറ്റിക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഒത്തിരി എന്താ പറയുക കൂടി തീയിടരുത്, സിമ്മിലിടുക. ഇത് കണ്ടോ എൻ്റെ മീൻ വറ്റി വന്നിട്ടുണ്ട്. മീൻ ഇങ്ങനെ വറ്റി വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഒരു 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് ചുറ്റിച്ചെടുത്ത് വെക്കുക. കൂടെ തന്നെ ഉപ്പും പുളിയൊക്കെ കാര്യമായിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഉപ്പ് പുളിയില്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത്. എന്നിട്ട് എന്താ പറയുക, ഇത് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും മീൻകറി പൊള്ളിയാണ്, ചോറിൻ്റെ കൂടെ ആണെങ്കിലും സെറ്റാണ്, കപ്പയുടെ കൂടെ പിന്നെ പറയേ വേണ്ട, അടിപൊളിയാണ് കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക് ഓഫ് ദ മീൻകറി. കണ്ടില്ലേ? അത് പിറ്റേ ദിവസം നാരൻ ചെമ്മീനുണ്ട്. നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ആക്കാം. ഇവിടെ എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചിയുണ്ട്. അപ്പോൾ അവരുടെ ബ്രദർ ബ്രിസ്ബനിൽ നിന്ന് പിടിച്ചതാണെന്ന് പറഞ്ഞത്. ബ്രിസ്ബനിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന ചെമ്മീനാണിത്. അപ്പോൾ ഈ ചെമ്മീൻ നമുക്ക് പൊളിച്ച് വൃത്തിയാക്കി. അപ്പോൾ ചേച്ചി കുറച്ച് കൊണ്ടു തന്നെ നമുക്ക്. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കിയിട്ട് ഒരു ചെമ്മീൻ റോസ്റ്റും കൂടി ആക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പച്ചപ്പയർ ഇട്ടുണ്ട്. ഈ ചെമ്മീൻ കൊണ്ടുതന്ന അതേ ചേച്ചി നമുക്ക് കുറച്ച് പച്ചപ്പയറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. പച്ചപ്പയർ നമുക്ക് പച്ചപ്പയർ പൊളിച്ചെടുക്കാവേ. ഓക്കെ, പച്ചപ്പയർ ഇവിടെ അടിപൊളിയായിട്ട് പോകുന്നൊരു സാധനമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് പൊടിക്കാൻ പറ്റുന്ന പയറുമുണ്ട്, ബാക്കി ഫുള്ള് പൊളിക്കാൻ പറ്റുന്ന പയറും ഉള്ളത്. അപ്പോൾ പൊളിയനും പൊടിയനും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് തോരൻ വെക്കാം. ഓക്കെ, പയറിൻ്റെ ഉള്ളിൽ കണ്ടോ കറുത്ത നല്ല മുത്തുമണിയാണ് കണ്ടോ, നല്ല അടിപൊളി മണികളാണ്. ഇതിൻ്റെ വിത്ത് കിട്ടിയില്ല. ഇതിൻ്റെ വിത്ത് കിട്ടുമായിരുന്നു, കുറച്ച് നമുക്ക് അടുത്ത വർഷത്തേക്ക് ഉണ്ടാക്കാമായിരുന്നു. ചേച്ചിയോട് ഞാൻ വിത്ത് ചോദിച്ചിട്ടുണ്ട്. ചേച്ചി കുറച്ച് വിത്ത് എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് കുറച്ചുണ്ടാക്കാം നമുക്ക്. കാരണം നാട്ടിൽ നിന്ന് കഴിച്ചതിന് ശേഷം എത്രയോ കാലങ്ങൾക്ക് നാട്ടിൽ തന്നെ ഈ പുളിയമ്പയർ കിട്ടാനില്ല. അപ്പോൾ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ പുളിയമ്പയർ മെഴുക്കുവരട്ടി വെച്ച് കഴിക്കുന്നത്. ഇന്നാളെ പ്രാവശ്യം ചേച്ചി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴും ഞങ്ങൾ വെച്ചു, സൂപ്പറായിരുന്നു. അത് ഭയങ്കര ചിലവായിരുന്നു ഇവിടെ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇതുപോലെ? കമൻറ്റ് ചെയ്യാം കേട്ടോ. വൻപയർ പച്ചപ്പയറിൻ്റെ പുളിയൻ പയർ മെഴുക്കുവരട്ടി വെക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ പയർ മെഴുക്കുവരട്ടിയും ഒരു ഈസി ആയിട്ടുള്ളതാണ്. കൈൻഡ് ഓഫ് ബാച്ചിലർ മെഴുക്കുവരട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒടിച്ച് വെച്ച പയർ, പൊളിച്ച് വെച്ച പയർ, അതിൻ്റെ കൂടെ കുറച്ച് ഒരു പകുതി സവോള, 2-3 തേങ്ങാക്കൊത്ത്, ഒരു പച്ചമുളക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, 2-3 കറിവേപ്പില, പിന്നെ കുറച്ച് മുളക് പൊടി, ശകലം മല്ലിപ്പൊടി, ഇത്രയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെക്കുക. നന്നായിട്ട് തിളച്ച് വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്കിനും അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കാം. മെഴുക്കുവരട്ടി റെഡി. എത്ര എളുപ്പമുള്ളതെന്ന് നോക്കിയാൽ, കടുക് വറക്കണ്ട, വഴറ്റിക്കൊണ്ടിരിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ ഇത്. ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ അസലായിട്ട് സെറ്റാകുന്ന സാധനമാണ്. അടുത്ത് നമുക്ക് നമ്മുടെ ചെമ്മീൻ റോസ്റ്റിലേക്ക് കിടക്കാം. ഇതാക്കണ്ടോ, കുടഞ്ഞിട്ട ചെമ്മീൻ. ഇതാണ് ചെമ്മീൻ്റെ വലിപ്പം, തീരെ ചെറുതാണ്, നാരൻ ചെമ്മീനാണിത്. അപ്പോൾ നമുക്ക് ചെമ്മീൻ റോസ്റ്റിലേക്കുള്ള പരിപാടിയും കാര്യം. അപ്പോൾ കഴുകി വെച്ച ചെമ്മീനിലോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ അല്പം വിനീഗറും കൂടി ഒഴിച്ച്, അല്ലെങ്കിൽ നാരങ്ങ നീരും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു 20 to half an hour സമയം ഉണ്ടെങ്കിൽ അത്ര മതി, അല്ലെങ്കിൽ ഒരു 15 minutes വെക്കുക. റോസ്റ്റ് ഒരു ഡ്രൈ റോസ്റ്റാണ്. അതുപോലെ ഈ ഡ്രൈ റോസ്റ്റ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും എന്താ പറയുക, എന്തിൻ്റെ കൂടെ ആണെങ്കിലും ബെസ്റ്റായിട്ട് പോകുന്ന ഒരു സംഭവമാണ്. അപ്പം നമുക്ക് പ്രൊഫഷനിലേക്ക് കിടക്കാം. ഓക്കെ, കപ്പി. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ പ്രോൺസ്, ചെമ്മീൻ നമുക്ക് തിളച്ച എണ്ണയിലേക്ക്, ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് 2 സ്ഥലവും അപ്പുറം ഇപ്പുറം ഇട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാം. അപ്പം ചെമ്മീൻ കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 4 to 5 minutes മാക്സിമം മതി. ഒരുപാട് റബ്ബറി ആയി പോവും ഒരുപാട് നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കതൊരു 2 സ്ഥലം നന്നായിട്ട് അത്യാവശ്യം എന്തെന്ന് കാണുമ്പം ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ആ സെയിം പാത്രത്തിൽ നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കടുക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ കടുവറ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുഞ്ഞുള്ളിയാണ് വേണ്ടത്. കുഞ്ഞുള്ളി, വലിയ സവാള എടുക്കരുത്, സവാള ഇട്ടാൽ നല്ല മധുരമായിരിക്കും. കുഞ്ഞുള്ളി എടുക്കുക. ഞാനിവിടെ ഇവിടുത്തെ കുഞ്ഞുള്ളി വലിയ കുഞ്ഞുള്ളിയാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിനൊരു 4 കുഞ്ഞുള്ളി എടുത്തു. അത്യാവശ്യം വലുപ്പമുണ്ടായിരുന്നു. അത് നന്നായിട്ട് ചുമന്ന് വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചുമന്ന് വന്ന് നന്നായിട്ട് നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ കിട്ടി തുടങ്ങുമെങ്കിൽ, ഉള്ളി വറന്നതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുമ്പോഴേക്കും അതിലേക്കൊരു
1/2 ടേബിൾ സ്പൂൺ അല്ല 1/2 ടീസ്പൂണോ ടേബിൾ സ്പൂണോ വലിയ സ്പൂൺ അതാ ടേബിൾ സ്പൂൺ അല്ലേ ഓക്കെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു അരത്തണ്ട് കറിവേപ്പില കൂടെ തന്നെ ഞാൻ കുറച്ച് നമ്മുടെ തേങ്ങാക്കൊത്തൂടി എടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അതും ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്കൊരു 1/4 തക്കാളി തക്കാളിയും കൂടെ ചേർക്കുക. ആദ്യം എടുത്ത് തക്കാളി കൂടിയെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഒരു 2 കഷ്ണങ്ങൾ മാറ്റി വെച്ചേ. പിന്നെ തോന്നി കുഴപ്പമില്ലെന്ന്. അപ്പോൾ അതുകൂടി ഇട്ടപ്പോൾ ഒരു 1/4 തക്കാളിയും കൂടി ഇട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പോൾ വഴന്ന് കഴിഞ്ഞപ്പോഴേക്കും നമുക്കിനി ചെമ്മീൻ ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുള്ള നമ്മളുടെ അരപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗ്രേവിയിലോട്ട് നമുക്ക് നമ്മളുടെ ഫ്രൈ ചെയ്തിട്ടുള്ള ചെമ്മീനും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കരുത്, പ്രത്യേകിച്ച് ഒട്ടും വെള്ളം ഒഴിക്കരുത്. പിന്നെ ബാക്കിയുള്ളൊരു 1/2 പോർഷൻ ഓഫ് കറിവേപ്പിലയില്ലേ അതുകൊണ്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ തണ്ടൂടയിലേക്ക് ഇട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും കൂടെ എന്ന് വെച്ചാൽ അരപ്പും മീനും കൂടെ സെറ്റാവുന്നത് വരെ ഒരു 3-4 മിനിറ്റ് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പുണ്ടോ എന്ന് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നോക്കിയായിരുന്നു. ചെറിയൊരു ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റി നല്ല സെറ്റപ്പാക്കി വെക്കാം കേട്ടോ. അടിപൊളിയായിട്ട് സെർവ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എനിക്ക് ശരിക്കും കണ്ട് കഴിക്കാൻ തോന്നിയിരുന്നു. നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് കഴിക്കാൻ വെച്ചിട്ടാട്ടോ.